അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ സ്ഥലം ദേവി ഓഡിറ്റോറിയം കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം കരവാളൂർ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന്. യേശുവിലായിരിക്കുന്നതാണ് എൻ്റെ ജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബോധ്യത്തിലായിരിക്കുമ്പോൾ, അന്നു മുതൽ അവൻ്റെ ജീവിതത്തിൽ ജയത്തിൻ്റെയും അല്ലെങ്കിൽ സമൃദ്ധിയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങൾ അവൻ്റെ ലൈഫിൽ അന്നു മുതൽ തുടങ്ങുകയാണ്. അവന് അതിലായിരിക്കും പിന്നീട് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിലാണ് എന്ന ബോധം എത്രത്തോളം നിങ്ങളെ ഭരിക്കുന്നുവോ, അതിലെത്രത്തോളം ജീവിക്കുന്നുവോ, അത്രത്തോളം ജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലുള്ള ബലമാണ്, ക്രിസ്തുവിലായിരിക്കുന്ന ബലമാണ്, യേശുവിൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്ന ബോധമാണ് നിങ്ങളെ നടത്തേണ്ടത്. കർത്താവ് നിങ്ങളെ അതിൽ സഹായിക്കട്ടെ. നമുക്ക് ആ ദൈവവചനത്തിലേക്ക് പോകാം. ഞാൻ ഒരു കാര്യം അറിയുന്നു, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശുവാണ് എൻ്റെ വിജയം. അവനിൽ വിശ്വസിക്കുന്ന ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഓ, എൻ്റെ ജയം എൻ്റെ പരിശ്രമമല്ല, ക്രിസ്തുവിലുള്ളതാണ്. എന്നാൽ നമുക്ക് നല്ലതെന്ന് തോന്നാറുള്ള പലപ്പോഴും ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം, അത് കേൾക്കുമ്പോൾ നല്ലതെന്ന് തോന്നും. അതുകൊണ്ടാണ് കൊളോസി ലേഖനം 2:12 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. നമുക്ക് എന്ത് തോന്നും? അത് ശരിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യണം. ജ്ഞാനത്തിൻ്റെ വാക്കുകളായിരിക്കും അത്, പക്ഷേ അത് പ്രയോജനം ചെയ്യത്തില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മയോ അപ്പനോ ആരെങ്കിലും ഇതുവരെ പാപം ചെയ്യാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പനും അമ്മയും നമ്മളോട് പറഞ്ഞു തന്നു, മോനെ ആ പെങ്കൊച്ചൻ അങ്ങനെ നോക്കരുത്, ആ ചെറുക്കൻ അങ്ങനെ നോക്കാൻ നീ അനുവദിക്കരുത്, മോളെ നീ അങ്ങനെ ഡ്രസ്സ് ചെയ്യരുത്, മോളെ നീ അങ്ങനെ പെരുമാറരുത്, നീ കാലിൻ്റെ മേൽ കാല് വയ്ക്കുമ്പോൾ നിന്റെ നഗ്നത കാണരുത്. ഒരു ആമീനില്ലേ? ആർ യു ലിസണിങ് ടു മീ? നിങ്ങളും ഞാനും അപ്പനും അമ്മയും നല്ലത് പറഞ്ഞിട്ടാണ് വളർന്നേ. പക്ഷേ മനസ്സാക്ഷിയോട് ചോദിക്കുക, എന്തെങ്കിലും നിങ്ങൾ നല്ല ചെയ്തിട്ടുണ്ടോ? അപ്പം പറഞ്ഞത് മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ?
നമ്മൾ കുരുത്തം കെട്ടല്ലേ ജീവിച്ചേ? നല്ലത് പറഞ്ഞു തരാഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യാഞ്ഞത്? അപ്പൻ അത് ചെയ്യരുത് എന്ന് പറയാഞ്ഞത് കൊണ്ടാണോ അത് ചെയ്യാഞ്ഞത്? നോ, അപ്പനും അമ്മയ്ക്ക് പറഞ്ഞു തന്നായിരുന്നു ചെയ്യരുതെന്ന്. പക്ഷെ നമ്മൾ ചെയ്തു പോയി. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിലുള്ള ക്രിസ്തു ഇല്ലാത്തതാണ് നമ്മളത് ചെയ്തു പോയതിൻ്റെ കാര്യം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല പാപം ചെയ്യരുതെന്ന്. പക്ഷെ നിങ്ങളോട് ഞാൻ വേറൊന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നു എന്ന് നിങ്ങൾ എത്ര അറിയുന്നുവോ അത്രയധികം നിങ്ങൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഒരിക്കൽ ഞാൻ കർത്തൃമേശയ്ക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ആരോ എന്നോട് പറഞ്ഞു, വിശുദ്ധി വേണ്ടിയിട്ട് വിശുദ്ധിയുടെ കാര്യങ്ങൾ പറയണമെന്ന്. അതിൻ്റെ പിറ്റേ ആഴ്ച ഞാൻ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും വെള്ള സാരിയോ വെള്ള ഉടുപ്പോ അല്ല ഒരു സ്യൂട്ടോ മനോഹരമായ കല്യാണത്തിന് പോകുന്നൊരു ഡ്രസ്സോ ഇട്ടിട്ടുണ്ടെങ്കിൽ ടീനൽ എന്നോട് പറയായിരുന്നു, അടുത്ത ആഴ്ച ഒരു കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവോ? ഇനി ടീനൽ ചിന്തിച്ച് നോക്കിയേ, ടീനലും നമ്മുടെ ഗ്രീഷ്മ വെള്ള ഫ്രോക്ക് ഇട്ട് ഇവന് വൈറ്റ് സ്യൂട്ട് ഇട്ടിട്ട് വരുവാ. അപ്പം ഞാൻ രണ്ടുപേരോട് പറഞ്ഞു, എടേ പാളയം മാർക്കറ്റിൽ പോയിട്ട് രണ്ട് ചന്തയിൽ പോയിട്ട് രണ്ട് മീൻ മേടിച്ചിട്ട് വാടകയെന്ന് പറഞ്ഞാൽ എന്തിരിക്കും സ്ഥിതി? ആരെങ്കിലും ആ വേഷം ഇട്ടിട്ട് പോവോ? ഇനി ഗ്രീഷ്മയോട് ചോദിച്ചു നോക്കാം, അവൾ ഫ്രോക്ക് ഇട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ എങ്ങനെയായിരിക്കും വരുന്നത്? മിക്കവാറും ഇവനായിരിക്കും എൻ്റെ തുമ്പ് പിടിക്കുന്നത്. ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്? ഈ ഏജ ഹോളിന് മുമ്പിൽ കുറച്ച് ചെളി കിടപ്പുണ്ട്. ഗ്രീഷ്മ എന്നാ ചെയ്യുന്നവർ പറയാം നിങ്ങൾക്ക്? അവളുടെ കല്യാണ ഡ്രസ്സ് ഒന്ന് പൊക്കി പിടിക്കും, എന്നിട്ട് പറയും എങ്ങനെ ഇത് ചാടി കിടക്കും, ഒരാളുടെ കൈ പിടിക്കുകയാണെങ്കിൽ കൈ പിടിക്കും, അല്ല അങ്ങനെയല്ലേ? എന്നാൽ നമ്മൾ ചന്തയിൽ പോകുന്ന വേഷത്തിലാണ് വന്നെങ്കിലോ ആ ചെളിയിലോട്ട് രണ്ട് ചാട്ടും ചാടി. അങ്ങനെയാണോ? ആണോ? അല്ലേ? ആണ്. നമ്മൾ ഇട്ടിരിക്കുന്ന വേഷം കൃത്യകൂടെ അറിവ് വരുമ്പോൾ നമ്മൾ അഴുക്കാക്കണോ വേണ്ടിയോ എന്ന് തീരുമാനം വരും. ഞാൻ ഇട്ടിരിക്കുന്ന വേഷം വെള്ളയാണെങ്കിൽ അത് അഴുക്കുള്ള സ്ഥലവും അങ്ങോട്ട് പോകണ്ട എന്ന് നിങ്ങൾ തനിയെ തീരുമാനിക്കും. നീ ആരാന്നറിഞ്ഞാൽ നീ തെറ്റ് ചെയ്യത്തില്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. നിന്റെ പ്രശ്നം നീ ആരാണെന്നോ നീ ആർക്കുള്ളതാണെന്നോ അറിയാത്തതാണ്. ഞാൻ പഠിപ്പിക്കേണ്ടത് ബ്ലെസ്സിംഗ് ആണ്. ഞാൻ പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെയുള്ള നന്മയാണ്. ആ നന്മകൾ അറിയുന്ന അനുസരിച്ച് എനിക്ക് ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. എൻ്റെ വിഷയത്തിന് കുറച്ചേം കാട് കയറിപ്പോയി, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. തിരിച്ചു വരുവാ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഒന്നുറക്കെ പറഞ്ഞ് എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ ചെളി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ വേഷം ഉയർത്തിപ്പിടിച്ചിട്ട് എൻ്റെ അഴുക്ക് എൻ്റെ ശരീരത്തിൽ ഞാൻ അഴുക്കാക്കത്തില്ല എന്ന് ആര് പറയും? കാരണം വേഷത്തിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇനി അതിനകത്ത് അല്പം ചെളി ആയാലോ നമ്മൾ പറയാം എന്തായാലും ആയാലും ഇനി കുളിച്ചിട്ടങ്ങ് പോവാന്ന് പറയും. അതാണ് നമ്മള്. ആണോ അല്ലയോ? നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് ഗ്രഹിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഇനി എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പറ്റത്തില്ലെന്നേ. ഞാൻ ആരാന്ന് ഞാൻ മാറിപ്പോയി, ഞാൻ വേറെ ആളായിപ്പോ. I am a new creation. I am a new creation. Come on, കൈയടിച്ചു ആമേൻ പറ. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ചേർന്ന് ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, അത് ചെയ്യരുതെന്ന് പറയാനും ബൈബിളിൽ വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്ന് പറയാനും വ്യവസ്ഥയുണ്ട്. അത് ചെയ്യരുത് എന്ന് പറയുന്നത് പഴയ നിയമവും നിങ്ങളുടെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് പറയുന്നത് പുതിയ നിയമവും. ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ ചെയ്യും. കേൾക്കുന്നവരും ചെയ്യും. പക്ഷെ അവർ കുറച്ചും കൂടെ നല്ല കള്ളന്മാരായിരിക്കും. പുറത്തൊന്നും കാണിക്കാതെ ചെയ്യും. ഒരു നേല ആമേൻ പറയാത്ത അങ്ങനെയല്ലേ? നമ്മൾ ജീവിതം നമ്മളൊക്കെ എന്താ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്നല്ലേ? ചെയ്യരുതെന്ന് പറയുന്ന ഇടത്തിൽ മാന്യമായ വേഷം ധരിക്കും, മാന്യമായ വസ്ത്രം ധരിക്കും. ആർക്കും തോന്നത്തില്ല നമ്മൾ കള്ളന്മാരാന്ന്. ആ രീതിയിൽ ഡീസൻ്റ് ആയിട്ട് കള്ളം ചെയ്യും. പക്ഷെ ക്രിസ്തു വസിക്കാൻ തുടങ്ങിയ നമ്മൾ പറയാം അല്ലല്ല
എന്റെ കർത്താവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കരം ഉയർത്തിട്ട് പറഞ്ഞേ, അങ്ങേ പിരിഞ്ഞിനിയൊന്നും വേണ്ട, നിന്നോടമെനിക്ക് ഒന്നുമില്ല. ഓ നിന്നെ പിരിഞ്ഞിനി ഒന്നും വേണ്ട, എന്നോടമെനിക്ക് ഒന്നുമില്ല. ഓ സ്നേഹിക്കുന്നേ ഞാനങ്ങേ മറ്റെന്തിനേക്കാൾ, ആരാധിക്കും ഞാനങ്ങേ പൂർണ്ണമായി. ഓ സ്നേഹിക്കുന്നേ ഞാനങ്ങേ മറ്റെന്തിനേക്കാൾ. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിനെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടോ? ഒന്ന് സ്വയം അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു നോക്കിയേ, നോക്ക, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു? ഒന്ന് പരിശോധിച്ചേ. എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നി പെറുവിറുക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നിയിട്ട് അതും ഇതും സംസാരിക്കുന്നുണ്ടോ? എനിക്കും വയ്യ ബ്രദറെ, ഞാൻ മടുത്തു ബ്രദറെ. ആർ യു ലിസണിങ്? നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ ഐ ടെൽ യു, അതിൻ്റെ രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. യേശു വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റപ്പെടാൻ കഴിയത്തില്ല. ഇംപോസിബിൾ. നിങ്ങൾക്ക് ആ ഒരു സമൂഹം മുഴുവൻ ഒറ്റയ്ക്ക് നിന്നാലും നീ നെഞ്ചു വിരിച്ചു നിന്നിട്ട് പറയും, ഇവരെ മറികടക്കാൻ എനിക്ക് കഴിയും, എന്റെ കൂടുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ. കഴിഞ്ഞത് ഞാൻ ദുബായി ചെന്നപ്പോൾ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, ബ്രദറെ സിക്ക് ലീവ് ആണ്, വരാൻ കഴിയത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഇരുന്നേ, ഒരു 10 മിനിറ്റും കൂടെ എടുക്കുവോ? സിക്ക് ലീവ് ആണ്, വരാൻ കഴിയത്തില്ല. പറ അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറ. കാരണം ഉണ്ടെന്നേ, സിക്ക് ലീവ് ആണ്, വരാൻ കഴിയത്തില്ല. എന്താണ് എൻ്റെ കാരണം? എൻ്റെ കാരണം എന്താ? 3 ദിവസം പനി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഇമ്മ്യൂൺ ഡൗൺ ആയിപ്പോയി, അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 ദിവസം റെസ്റ്റ് എടുക്കണം. ചോദിക്കാൻ എന്തിനു വേണ്ടിയാ? അവരുടെ ഇമ്മ്യൂൺ ഡൗൺ ആയിപ്പോയി, നമ്മൾ എന്ത് ചെയ്യണം? 3 ദിവസം എന്തെങ്കിലും ചെയ്യണം? റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബോഡി റീബിൽഡ് ചെയ്യാൻ പറ്റും, ആ റിസ്റ്റോർ ചെയ്യാനായി പറ്റും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള അവയർനെസ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ സത്യത്തിൽ നീ രോഗിയാ. നിങ്ങളൊരു സിക്ക് ലീവ് എടുക്കൂ. അറിയില്ല ലിസണിങ്. ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് പലർക്കും മനസ്സിലായില്ല. എന്നൊന്ന് ശ്രദ്ധിച്ചാണ്ട്, നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ പറയും 3 ദിവസം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 4 ദിവസം എന്ത് ചെയ്യണം? ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ലീവ് എടുക്കണം, റെസ്റ്റ് ചെയ്യണം, ഒന്നും ചെയ്യാൻ പോരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും പ്രവർത്തിക്കരുത്. റൈറ്റ്. നിങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നി, നിരാശ കയറി, മടുപ്പ് തോന്നി? ആർ യു ഹിയർ? ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ അതിൻ്റെ കാരണം എന്നിലുള്ള കർത്താവിനെ എനിക്ക് മനസ്സിലാകാത്തതാണ്, അല്ലെങ്കിൽ ആ പ്രസൻസ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതാണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി നിങ്ങൾ രോഗിയാണ്. ആർ യു ലിസണിങ്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിനെ ഒന്ന് റിസ്റ്റോർ ചെയ്യണമെന്ന്? എങ്ങനെയെങ്കിലും ഓവർ ടൈം ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ലൈഫിനെ സ്പിരിച്വലായി റിസ്റ്റോർ ചെയ്യാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം അതുകൊണ്ട് എല്ലാം കളഞ്ഞിട്ട് കർത്താവിൻ്റെ അടുക്ക് ഇരിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയാൽ തന്നെ നിങ്ങളുടെ ബിസി ഷെഡ്യൂൾ അല്ല, നിങ്ങളുടെ ജോലി അല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ല, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അത് നിങ്ങളെ അനുവദിക്കാറുണ്ടോ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തെ? ശരിയാണോ തെറ്റാണെന്നോ? നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, അയ്യോ എൻ്റെ ഉള്ളിലെ ചിന്ത മോശമാവുക, ഞാനെന്താ ഇങ്ങനെ അഴുക്കാകുന്നത്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെ ആകരുത്, എനിക്ക് ആ കർത്താവിൻ്റെ ക്ലോസ്നെസ് വേണം, എനിക്ക് കർത്താവുമായി കുറച്ചും കൂടെ അടുക്കണം എന്ന് പറഞ്ഞ് ആ ചിന്തയെ ശാസിക്കാൻ പോകാതെ കർത്താവുമായി അടുത്തൊന്ന് ഇരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ആർ യു ലിസണിങ്? ഈ വർഷം എന്തൊക്കെയോ സഭയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവുക. അടുത്തൊരു സീസണിലേക്ക് നമ്മൾ കയറുകയാണ്. ചോദ്യം നിങ്ങളോടാണ്, നിങ്ങളുടെ ക്ലോസ്നെസ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ? നിങ്ങൾ ദൈവികമല്ലാതെ പെരുമാറുന്നുവോ? നിങ്ങളുടെ ഉള്ളിൽ ലോൺലിനെസ് ഭരിക്കുന്നുണ്ടോ?
നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമായിട്ടാണോ ജീവിക്കുന്നത്? ഒന്നും ശരിയാവത്തില്ലെന്നാണോ സ്വയം തോന്നുന്നത്? എങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്റ്റോറേഷൻ ആവശ്യമാണ്. യേശു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയെന്നല്ല ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയെന്നല്ല പറഞ്ഞ്, പക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാഞ്ഞതാണ് ആ ചിന്തയുടെ കാരണം. നിങ്ങൾ തെറ്റിപ്പോകാൻ വഴിയുണ്ട്. അതിന്റെ കാരണം നിങ്ങളും കർത്താവുമായുള്ള ഫെലോഷിപ്പാണ് വീഴാതെ നിങ്ങൾ നിർത്തുന്നത്. ക്രിസ്തു യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതിനു മുമ്പ് പറയുക, വീഴാതെ ക്രിസ്തുവിന്റെ നാളോളം നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വീഴാതെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ഫെലോഷിപ്പ് കർത്താവുമായി വേണം. വിതൗട്ട് ഫെലോഷിപ്പ് ഇമ്പോസിബിൾ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എന്റെ കൂടെ യേശു വസിക്കുന്നു. നമ്മുടെ പറ, യേശു വസിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടെ പറയട്ടെ. ഞാൻ താഴോട്ട് ഇറങ്ങിക്കോട്ടെ. യേശു വസിക്കുന്നതിന് അടുത്ത പ്രത്യേകത സോ സിമ്പിൾ. നിങ്ങൾ എല്ലായിടത്തും ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കാൻ തുടങ്ങും. ഈ ദൈവപ്രസാദം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എന്തോ ചിന്തിക്കുന്നതെന്ന് പറയട്ടെ. ദൈവ സ്നേഹം എന്നാണ് ചിന്തിക്കുന്നത്. സ്നേഹവും പ്രസാദവും രണ്ടും രണ്ടാണ്. ദൈവപ്രസാദം ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അയാൾ എങ്ങനെയാണ് അത് അനുഭവിക്കുക പറയട്ടെ. ഒന്ന്, നിന്റെ റിലേറ്റീവ്സ്, അല്ല നിനക്ക് ചുറ്റുമുള്ള സ്ട്രേഞ്ചേഴ്സ്, അല്ല നിനക്ക് ചുറ്റുമുള്ള എനിമീസ് നിങ്ങളോട് നന്മ കാണിക്കാനായി തുടങ്ങും. ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളെ ബ്ലസ് ചെയ്യും. ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളോട് നന്നായി പെരുമാറും. പക്ഷെ നിങ്ങളൊന്ന് സ്വയം ചോദിക്കാമോ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നേ? നിങ്ങളുടെ ഓഫീസിലുള്ള ആളുകൾ നിങ്ങളോട് എതിര് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങൾക്ക് വിദ്വേഷമായി നിങ്ങളോട് പ്രവർത്തിക്കുന്നു എന്ന് ആരെങ്കിലും എന്നോട് പറയുന്നു, റിസ്റ്റോർ യുവർ റിലേഷൻഷിപ്പ്. ആ ആള് മാറിപ്പോവാൻ ശാസിക്കണ്ട. ആ ആളെ അവിടുന്ന് സ്ഥാനം മാറ്റണമെന്ന് ചിന്തിക്കണ്ട. അവര് കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് ചിന്തിക്കണ്ട. അല്ല, നീയും ദൈവം തമ്മിലാണ് റിസ്റ്റോർ ആകേണ്ടത്. നീ ദൈവമായ ബന്ധത്തിലേക്ക് വന്ന ചുറ്റുമുള്ള ആളുകൾ നിന്നോട് ആദ്യം ഓട്ടോമാറ്റിക്കലി മാറാൻ തുടങ്ങും. അവർ നിന്നോട് ഫേവർ ആകാൻ തുടങ്ങും. നിങ്ങൾ പറയുന്നത് അയാൾ നല്ലതല്ല, ഇയാൾ നല്ലതല്ല, ആ കാരണം ഇങ്ങനെയാ മറ്റൊരാളുടെ മുകളിലാണ് നിങ്ങൾ കുറ്റമിട്ടിരിക്കുന്നേ. പക്ഷെ ശരിക്കുമുള്ള റീസൺ ഞാൻ പറയാം, നിങ്ങൾ ദൈവപ്രസാദത്തിലല്ല, ആ പ്രസാദത്തെ എൻജോയ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഫെലോഷിപ്പ് ഇവിടെ മുറിഞ്ഞുപോയി. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ഫെലോഷിപ്പിലേക്ക് മടങ്ങി വരികയാ. മടങ്ങി വരുന്നതോടുകൂടെ നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മിത്രങ്ങളാകാൻ തുടങ്ങും. കൈയടിച്ചൊരു ആമേൻ പറയട്ടെ. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുക, ഈ ആഴ്ചകൾ നിങ്ങളുടെ വിരോധികൾ പോലും നിങ്ങൾക്ക് അനുകൂലിയാകാൻ പോകുന്നു. ഒരുവൻ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ അവൻ ആ ഫേവറിനകത്താണ് ജീവിക്കുന്നത്, ദൈവപ്രസാദത്തിനകത്താണ് ജീവിക്കുന്നത്. കർത്താവുമായുള്ള ബന്ധം, ആ ഫെലോഷിപ്പ് ഓരോ ദിവസവും നിങ്ങളെ അടുത്ത പടിയിലേക്ക് കൊണ്ടുവരുവാനിടയാകും. എത്രത്തോളം ആ ഫെലോഷിപ്പിൽ നാം ഡീപ്പായിരിക്കുന്നോ അത്രത്തോളം ബ്ലെസ്സിങ്ങിലും, അത്രത്തോളം നന്മയിലും, അത്രത്തോളം അനുഗ്രഹത്തിലും, സമാധാനത്തിലും, ഉയർച്ചയിലും, ആത്മീയ നിറവിലും ഉയർന്നു വരുവാനിടയായിത്തീരും. കർത്താവ് നിങ്ങളെ അതിലെല്ലാം വർദ്ധിപ്പിക്കട്ടെ. എല്ലാവിധമായ നന്മയിലും കർത്താവുമായുള്ള ബന്ധത്തിലും എല്ലാം കർത്താവ് നിങ്ങളെ അടുത്ത പടിയിലേക്ക് ഉയർത്തട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ ആന്റിയുടെ പേര് ശ്യാമള എന്നാണ്. കൊല്ലം തെക്കേവിള എന്ന സ്ഥലത്തു നിന്നാണ് ആന്റി വരുന്നത്. തേയ്മാനം മാറിയ ഒരു അത്ഭുത സാക്ഷ്യത്തെ പറയുകയാണ്. ആന്റിക്ക് ശക്തമായ ഏണുവേദന ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞത് അത് തേയ്മാനമാണെന്നാണ്. കഴിഞ്ഞ അതിന്റെ മുമ്പിലത്തെ സൺഡേ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. ആന്റി പറയുന്നത് വേദനയില്ല, പൂർണ്ണമായും മാറി. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പ്രാർത്ഥിച്ചു, പിന്നെ വേദനയില്ല, പൂർണ്ണമായിട്ടും മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയാം. സീരിയൽ നമ്പർ KLM 52. ഓക്കെ. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ഹരിപ്രിയ എന്നാണ്.
കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഓക്കെ. തന്റെ മകന് ദൈവം കൊടുത്ത ഒരു ജോലിയുടെ ക്രമീകരണത്തെ പറ്റി, ദൈവം നൽകിയ ഒരു അത്ഭുത വിടുതലിനെ പറ്റിയും പറയാനായിട്ടാണ് സിസ്റ്റർ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. മോൻ എന്നെ എനിക്ക് സാധാരണ എനിക്ക് വാട്സപ്പ് അയക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനെ. അതിന്റെ കാരണം അമ്മയും സഭയും ഒക്കെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നൊരു ചെറുപ്പക്കാരൻ. കഥ മൊത്തം എഴുതിയിട്ടുണ്ടോ? ഒന്ന് വായിച്ച് കേൾക്കട്ടെ. കാരണം അവന് യൂറോപ്പിൽ പോയി, അവിടെ ചെന്നപ്പോൾ അവൻ്റെ വിസ പ്രശ്നമായി. സത്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവർ ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളൂ. ആ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വണ്ണം അവർ രഹസ്യത്തിൽ വേറെ രാജ്യത്തേക്ക് ചാടാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാടേണ്ട കാര്യമില്ല, ദൈവം വഴികളെ തുറക്കും. അവരെ വിശ്വാസത്തോടെ നിന്നു. മോൾ എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ? മകന്റെ പേര് രാഹുൽ എന്നാണ്. ഭയങ്കര കാര്യമാണ് കേട്ടോ. യൂറോപ്പിലാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. 1 മാസത്തോളം റൂമിൽ തന്നെയായിരുന്നു. തിരിച്ച് നാട്ടിൽ വരേണ്ടുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് 5 വർഷം കഴിയാതെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നാൽ ആ മകൻ ജോൺ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി ദൈവം ഇന്നൊരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. തിരിച്ച് പോളണ്ടിൽ LG കമ്പനിയിൽ നല്ലൊരു ജോലിയിൽ ഇപ്പോൾ ആ മകനായിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അത് കേൾക്കേണ്ട കാര്യമാട്ടോ. കാരണം വർക്ക് പെർമിറ്റ് ഇല്ലാതെ അവനെ അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് വീണ്ടും ഒരു എംബസി വിളിപ്പിച്ച സമയത്ത് അവരെ അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ രാജ്യത്തേക്ക് പോകാനായിട്ട് എംബസി അനുവാദം കൊടുത്തു. അങ്ങനൊരു കാര്യം നടക്കത്തില്ല. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്തതിനെ അവരെ ടെർമിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ സൂപ്പർ നാച്ചുറൽ അവന് പോളണ്ടിലേക്ക് പോകാൻ പറ്റി. അത് കേട്ടിട്ട് തന്നെ നമുക്ക് ചിന്തിക്കുന്നത് എങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിച്ചു പോകും. ദൈവം അത്ഭുതകരമായി ചെയ്തു. അമ്മോന്റെ വിശ്വാസത്തിന് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷം. ബ്രദർ, ഈ ആന്റിയുടെ പേര് ബിന്ദു ഹരിലാൽ എന്നാണ്. കായംകുളത്ത് നിന്നാണ് ആന്റി വരുന്നത്. ആന്റിക്ക് മിറാക്കിൾസ് ആൻഡ് നോർമൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുത സാക്ഷ്യങ്ങളെ പറയാനാണ് ആന്റി ആയിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അല്ലേ? നീ ഒരാളും കൊണ്ടുണ്ടല്ലോ. ആന്റി പറയുന്നത്, ആന്റിക്ക് ശക്തമായ നടുവേദനയും മുട്ടുവേദനയും തോൾവേദനയും ഉണ്ടായിരുന്നു. അന്ന് ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു, പൂർണ്ണമായും അത് മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതോടൊപ്പം ആന്റി സന്തോഷത്തോടെ പറയുന്നത്, മകൾക്ക് ദേഷ്യമുള്ള സ്വഭാവം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും മാറിയെന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദേഷ്യസ്വഭാവം പോയി. ഉറപ്പാ? അടിപൊളി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കൈയടിച്ച് കർത്താവിനെ. താങ്ക് യു വെരി മച്ച്. പറഞ്ഞാട്ടെ. ബ്രദർ, സിസ്റ്ററിന്റെ പേര് ശ്രീപ്രിയ എന്നാണ്. മോള് പറയുന്നത്, BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ജോൺ ബ്രദറാണ് പ്രാർത്ഥിച്ചത്. മോള് സന്തോഷത്തോടെ പറയുന്നത്, ഹൈദരാബാദിൽ BSc നഴ്സിംഗിന് കിട്ടി. അടുത്ത മാസം 2-ാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്. അവിടെ ഏതെങ്കിലും ചർച്ച മീറ്റിംഗിന് പോകണം കേട്ടോ. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയാം. ഇന്ന് രാത്രികാലം നിങ്ങളുടെ വീടുകളിലും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് അനുഭവിക്കാം. ആ ഫെലോഷിപ്പിലേക്കൊന്ന് വന്നാട്ടെ, കർത്താവുമായുള്ള ബന്ധത്തിലേക്കൊന്ന് വന്നാട്ടെ, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെന്ന ബോധത്തിലേക്കൊന്ന് വന്നാട്ടെ. നിങ്ങളെ തോൽപ്പിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം കൊണ്ടുവരുവാൻ, നിങ്ങൾ വേദന കൊണ്ടുവരുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നിങ്ങളൊരു പരാജയമാകത്തില്ല. എവിടെ നീ പരാജയപ്പെട്ടു എന്ന് തോന്നുവോ അവിടെയെല്ലാം ഒരു ജയം നിൻ്റെ ലൈഫിൽ അനുഭവിക്കാനിടയാകും. ഒരുമിച്ച് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവേ, എല്ലാവിധമായ നന്മയിലും അവർ വർദ്ധിച്ചു വരട്ടെ. അപ്പോൾ എല്ലാത്തിലും ഉപരിയായി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ആ ഫെലോഷിപ്പിൽ, ആഴമായ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ. അപ്പാ യേശുവേ, പിശാച് പറ്റിക്കുന്നിടത്ത് നിന്ന്, അവൻ്റെ വഞ്ചനയിൽ നിന്ന് പുറത്തു വരട്ടെ. അപ്പാ ആത്മീയ ബോധങ്ങളിലായിരിക്കട്ടെ. അപ്പാ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി ജീവിതം മുഴുവനും പഴി പറയുന്നൊരു വ്യക്തിയാണ്. അയ്യോ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ, ഞാനിങ്ങനെയാണല്ലോ എന്ന് പറയുന്നൊരു വ്യക്തി. കർത്താവേ, നിൻ്റെ കൃപ ചലിക്കണം. അപ്പാ ആ സ്നേഹത്തിൽ ബലപ്പെടുവാൻ കഴിയട്ടെ. അപ്പോൾ ആ സങ്കടങ്ങൾ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. ആ കർത്താവെ, തൻ്റെ
ജീവിതത്തിലെ കഷ്ടത്തിലാക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ആ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. യേശുവേ, നിൻ്റെ ദയയ്ക്കായി സ്തോത്രം. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ശാരീരികമായി ആരോഗ്യമില്ലാതായിരിക്കുന്ന ഒരു വ്യക്തിയെ, എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ ഹാർട്ടിന് പ്രയാസം വന്നു, അതോടൊപ്പം തന്നെ ഒരു സൈഡ് മുഴുവനും തളർന്ന പോലെ ആയിരിക്കുന്ന ഒരു വ്യക്തി, കൈകാലുകൾക്ക് ബലമില്ലാത്ത പോലെ ആയിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. കർത്താവേ, അവിടുത്തെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിനെ കാണുന്ന ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകണം. ആ ദൈവസ്നേഹം ചലിക്കണം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിലും സ്നേഹത്തിലും ആ ബലത്തിലും ഓരോ ദിവസവും വർദ്ധിച്ചു വരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.